സ്വാമിയെ ശരണമയ്യപ്പ. സന്നിധാനത്തേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നീലിമല കയറി നമ്മൾ അപ്പാച്ചിമേട്ടിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇടതൂർന്ന് വളരുന്ന മരങ്ങൾ മലയിലേക്കുള്ള പാതയുടെ ഇരുവശത്തും നമുക്ക് വൻമരങ്ങളെ കാണാൻ കഴിയും. മഴ പെയ്ത് കിടക്കുന്നതിനാൽ മുകളിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹോട്ടൽ ആര്യഭവൻ, നമുക്കിവിടുന്ന് കപ്പയും കഞ്ഞിയും കഴിക്കാം, പഴംപൊരി, ചായ, അങ്ങനെ ലഘുഭക്ഷണങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ അല്പം വിശ്രമിച്ച് ലഘുഭക്ഷണവും കഴിച്ച് തുടർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം. തുടർച്ചയായി മഴയുള്ളതിനായി നടപ്പന്തൽ, ശബരിമലയിലേക്കുള്ള പാതകളിൽ ധാരാളം നടപ്പന്തലുകളുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതേപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനും അവിടെ തന്നെ ലഭിക്കും. ശരംകുത്തി കന്യപ്പന്മാർ ശരംകുത്തിയിൽ ശരം വഴിപാടായി സമർപ്പിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് നീങ്ങുക. നമുക്കിവിടെ നിന്ന് ശരം വാങ്ങാൻ കഴിയും. ശരംകുത്തിയിൽ ശരം കുത്തുകയും അവിടെ തന്നെ നാളികേരം ഉടയ്ക്കുകയും ചെയ്യുന്നതാണ് വഴിപാട്. അതിൻ്റെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട്. കന്യപ്പന്മാർ എത്തിയില്ലെങ്കിൽ താൻ തൻ്റെ ബ്രഹ്മചര്യം ഉപേക്ഷിക്കാമെന്നും മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്നുമാണ് മണികണ്ഠൻ മാളികപ്പുറത്തമ്മയ്ക്ക് നൽകിയ വാക്ക്. മകരവിളക്ക് കഴിഞ്ഞ് സന്തോഷവതിയായി കന്യയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടോ എന്നറിയാൻ മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളും. ശരംകുത്തിയിലെത്തുന്ന മാളികപ്പുറത്തമ്മ അവിടെ ലക്ഷക്കണക്കിന് ശരങ്ങൾ തറച്ചു നിൽക്കുന്നത് കണ്ട് കോപാകുലയായി അലറി വിളിച്ച് സന്നിധാനത്തേക്ക് മടങ്ങുന്നു. കന്യയ്യപ്പന്മാർ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്ന സ്ഥലമാണ് ശരംകുത്തി. വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇവിടെ ശരം കുത്തുകയും അതേപോലെ തന്നെ ഇവിടെ നേർച്ചയായി തേങ്ങ ഉടയ്ക്കുകയും ചെയ്തിട്ടാണ് കന്യയ്യപ്പന്മാർ മല കയറുക, സന്നിധാനത്തേക്ക് എത്തുക. കന്യയ്യപ്പന്മാർ ശരം കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. അയ്യപ്പന്മാർക്ക് പമ്പയിലെ ഗണപതി കോയിലിന് മുന്നിലും ശരംകുത്തിയിലും സന്നിധാനത്തും ഒക്കെ തേങ്ങ ഉടയ്ക്കുന്നത് ഒരു ആവേശമാണ്. നല്ല മഴയാണ്. നമ്മൾ മരക്കൂട്ടത്തേക്ക് കടക്കാൻ പോവുകയാണ്. ശക്തമായ മഴ പെയ്തിട്ടും അതൊന്നും ബാധിക്കാതെ എങ്ങനെയാണോ ശരണം വിളിച്ചു വരുന്നത് അതേപോലെ തന്നെ സ്വാമിമാർ വരികയാണ്. ഇത്രയും കുത്തനെ കയറ്റം കയറിയിട്ടും മഴയുണ്ടായിട്ടും തളരാതെ ശരണം വിളിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്നു.
അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ക്ഷീണം, എന്ത് തളർച്ച. കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഇതേപോലെ നടപ്പന്തല്, ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ, പിന്നെ അതേപോലെ ചൂടുവെള്ളം. അതുപോലെ തന്നെ ഈ വഴിയിലൊക്കെ ധാരാളം വൈദ്യസഹായം ലഭിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് വിശ്രമിക്കാം, അതിനുശേഷം മുന്നോട്ട് നീങ്ങാം. മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ കൂടുതലും കൊച്ചയ്യപ്പന്മാർ, കന്നിയപ്പന്മാരും മാളികപ്പുറങ്ങളുമാണ് കൂടുതലും. കാരണം അത്ര തിരക്കില്ല. പമ്പയിൽ നിന്നും തിരക്കില്ലാതെ അതുപോലെ സന്നിധാനത്ത് പോയാലും മണിക്കൂറുകളൊന്നും ക്യൂ നിൽക്കാതെ തന്നെ ഭഗവാനെ കണ്ട് തൊഴിൽ തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് കന്നിയപ്പന്മാരെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നവർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ഈ മാസപൂജയ്ക്ക് നട തുറക്കുന്ന സമയങ്ങളാണ്. കാരണം നമ്മൾ 2-3 വീഡിയോ പോസ്റ്റ് ചെയ്തതിലെല്ലാം കൂടുതലായിട്ട് പമ്പയിൽ നിന്ന് ഞാൻ യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കന്യപ്പന്മാരാണ് കൂടുതലും. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാവും. എല്ലാ സംഘത്തിലും കൊച്ചയ്യപ്പന്മാരുണ്ടെന്നുള്ളതാണ്. ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോൾ ഈ പാതകൾ ഇങ്ങനെയല്ല. ഇവിടെ മണ്ണും പാറയും പാറക്കഷ്ണങ്ങളും പാറക്കല്ലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പാത തന്നെയായിരുന്നു. ഇടയ്ക്കിങ്ങനെ തടി കുറുകെ വെച്ചിട്ടുണ്ട്, പടി പോലെ നമുക്ക് കയറി പോകാനായിട്ടും ഇറങ്ങി വരാനായിട്ടും ഒക്കെ. അങ്ങനെയായിരുന്നു ഈ പാത. അല്പം കഷ്ടമായിരുന്നു. അപ്പോൾ ഗ്രാനൈറ്റൊക്കെ വിരിച്ച്, പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഗ്രാനൈറ്റ് അതിനേക്കാൾ ദോഷമാണ് ചെയ്യുക. കാരണം ശ്രദ്ധിച്ച് നടന്നു പോയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഒരാളിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഒരേ സമയം നടന്നു പോകുന്നതാണ്. സന്നിധാനത്തേക്കുള്ള പാതയിലുള്ള മരങ്ങൾക്കൊക്കെ അപൂർവ സൗന്ദര്യമാണ്. ഇവിടെയും ഷോപ്പുകളുണ്ട്, നമുക്ക് വിശ്രമിക്കാം, ചായ കുടിക്കാം, അതുപോലെ ലഘുഭക്ഷണങ്ങൾ കഴിക്കാം. കപ്പയും കഞ്ഞിയും അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. ശബരിമലയിലേക്കുള്ള യാത്രയിൽ ക്ഷീണം ഉണ്ടാവാതിരിക്കാനായിട്ട് കപ്പയും കഞ്ഞിയും, കപ്പ കഞ്ഞി, പിന്നെ പയറ് പുഴുങ്ങിയത്, പിന്നെ ഒരു അച്ചാർ, അങ്ങനെയാണ് കിട്ടുക. കൊച്ചയ്യപ്പന്മാരാണ് കൂടുതലും. പരക്കുട്ടം തുടങ്ങിയായി. അയ്യപ്പന്റെ അനുഗ്രഹം തേടിയുള്ള യാത്രയാണ്. മനസ്സിൽ അയ്യപ്പൻ മാത്രം നിൽക്കുമ്പോൾ മഴയോ വെയിലോ സ്വാമിമാരെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം. അതും പമ്പയിൽ ഇറങ്ങി കുളിച്ചിട്ട് സന്നിധാനത്തേക്ക് നീങ്ങുമ്പോൾ പിന്നെ മനസ്സിൽ അയ്യപ്പൻ മാത്രമാണ്. കൂടിയും അയ്യപ്പനാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, കഠിനമായ വ്രതചര്യ
കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ശബരിമലയിലേക്ക് ശരണം വിളിച്ചെത്തുന്ന ഭക്തർക്ക് ശരണമേകുന്ന അയ്യപ്പൻ. കുറച്ച് വളർന്ന തെങ്ങുകളൊക്കെ നേർച്ചയായിട്ട് ശബരിമലയിലേക്ക് ഭക്തർ കൊണ്ടുവരും. ഇതൊന്നും തമിഴ്നാട്ടിലുള്ള സ്വാമിമാരാണ് കൂടുതലായി കൊണ്ടുവരുന്നത്. ഇത് സന്നിധാനത്ത് നട്ടിട്ട് പോകും. അങ്ങനെ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് അത് മരത്തിൻ്റെ പല ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിച്ച് വളർത്തുന്നുണ്ടെന്നാണ് അറിവ്. ഇവിടെ ഗ്രാനൈറ്റ് ഉണ്ടെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ നിന്നുള്ള യാത്രയിൽ പലതവണ മഴ പെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ശക്തിയായിട്ട് തന്നെയാണ് മഴ പെയ്യുക. ഗ്രാനൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇടയ്ക്ക് കല്ലുകളും ഒക്കെയുള്ള പാതകളും ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ പാതയിലൊന്നും ആരും പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. സന്നിധാനത്തേക്കുള്ള പാതയാണ്. പമ്പയിൽ തന്നെ പാദരക്ഷകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ കർണാടകയിലുള്ള മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. പിന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊക്കെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പാദരക്ഷകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും പമ്പയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. ഒരു മാളികപ്പുറത്തിന് മുകളിലേക്ക് സ്വാമി മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നീലിമല കയറി കഴിയുമ്പോൾ തന്നെ നമുക്കിലെ ഒരു തളർച്ച ബാധിക്കും. അവിടെ ഇരുന്നു ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിച്ചു, അത് കഴിഞ്ഞ് വന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരും. പക്ഷേ എത്ര തളർന്നാലും ഒരു കൈത്താങ് നമുക്ക് അനുഭവപ്പെടും. അതാണ് ശബരിമലയുടെ പ്രത്യേകത. പ്രായമായവർക്ക് മല കയറുമ്പോൾ ഒരു സഹായത്തിനായിട്ട് കുത്തുവണ്ടികൾ കിട്ടും. അതേപോലെ നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രോളികളുണ്ട്. ട്രോളിയിൽ കയറി നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. മലയിലെ മനോഹരമായ കാഴ്ച, മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിര, അയ്യപ്പന്റെ പൂങ്കാവനം. രാവിലെ 12 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഒക്കെ ഉള്ള അവിടുത്തെ സീനാണ് നമ്മൾ ഈ പോകുന്ന വഴിയുള്ള.
കാരണം ആ സമയത്ത് പോലും മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയായിരിക്കും മലനിരകൾ. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ശബരിമലയിൽ നമ്മളെ സ്വീകരിക്കുന്നത്. ശബരിമലയിൽ എത്തുന്നവർക്ക് വേണ്ടി പ്രകൃതി കാഴ്ചകളുടെ വിരുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. തോണികൾ മലയിലേക്ക് പോവുകയാണ്. സ്വാമിമാര് ശരണം വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ ചെറുപ്പത്തില് മലയാളത്തില് ഞാൻ കേട്ട ഒരു പാട്ടുണ്ട്, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല. അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ഉള്ള ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി ഉണ്ട്. ആ ഒരവസ്ഥയിലാണ് ഇവിടുന്ന് സ്വാമിമാർ മല കയറി മുകളിലേക്ക് പോകുന്നത്. ഒന്നും അവരെ ബാധിക്കുന്നില്ല. മഴയോ വെയിലോ ഈ പ്രകൃതിയോ ആ നടന്നു പോകുന്നിടത്തെ കാലിന് വേദന ഉണ്ടാക്കുന്ന കല്ലുകളോ അല്ലെങ്കിൽ തെന്നിക്കിടക്കുന്ന ആ പാതയോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. ശരണം വിളികളുമായി അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മലയിലേക്ക് കയറിപ്പോവുകയാണ്. ഇത് മാസപൂജയ്ക്ക് നട തുറന്ന സമയമാണ്. ആ സമയത്ത് തിരക്കാണ് നമ്മൾ കാണുന്നത്. മണ്ഡലകാലത്ത് ഈ പാത നിറഞ്ഞായിരിക്കും ഭക്തർ മുകളിലേക്കും താഴേക്കും പോകുന്നത്. അതും ഇതിനിടയിൽ പല ഭാഗത്തും ഭക്തരെ തടഞ്ഞു നിർത്തുകയും കുറേ നേരം മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് സന്നിധാനത്തിലേക്ക് വലിയ നടപ്പന്തലിൽ തന്നെ മണിക്കൂറുകളോളം പോകുന്നതിന് ശേഷം ദർശനത്തിന് വേണ്ടി നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇത് മാസപൂജയ്ക്ക് നട തുറന്ന സമയമാണ്. അതിനാൽ എന്നിട്ട് തന്നെ ഇത്രയും തരം തളച്ചു തോന്നിയാൽ ചുറ്റുമൊന്ന് നോക്കിയാൽ ആ മരങ്ങളെയും പ്രകൃതിയും ഒന്ന് കാണുമ്പോൾ വീണ്ടും മനസ്സിലേക്ക് ശക്തി ഒന്ന് നിറയും. അതാണ് ശബരിമലയുടെ പ്രത്യേകത. നമ്മൾ സന്നിധാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങിയാണ് സന്നിധാനത്തിലേക്കാണ് എത്തുക. ഈ ഒരു ഇറക്കം മാത്രമാണ് നമുക്കിനി ഈ യാത്രയിൽ ബാക്കിയുള്ളത്. ധാരാളം കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരുടെ വികൃതികൾ കണ്ട് നിന്നു പോവാ. അതേപോലെയാണ് അവർ.
മണ്ഡലകാലത്ത് ഇവരെ കാണാൻ കിട്ടില്ല. മാസപൂജയ്ക്ക് തുറന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കണ്ടവരായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ചാനലൊന്ന് പരിചയപ്പെടുത്തും. ഈ വഴി നേരെ വലിയ നടപ്പന്തലിലേക്കാണ് എത്തുക. നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്തേ, വണക്കം. ഇപ്പോൾ നമ്മൾ വലിയ നടപ്പന്തലിലെത്തി. ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായും കാണാം. സ്വാമിയെ ശരണമയ്യപ്പ.